ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ രാവിലെ തന്നെ കുഞ്ഞിനെ തൂക്കി അങ്ങോട്ടാണല്ലേ അങ്കൻവാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ അങ്കൻവാടിയിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ്. ഇത് നല്ല പ്രകൃതി രമണീയമായ ഒരു വഴിയാണ് കേട്ടോ. നല്ല പണ്ടത്തെ ഒരു ഫീൽ വരുന്ന വഴിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കൂടി പോകാനായിട്ട്. അത് നല്ലോണം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു വരമ്പത്തൂടെ നടന്നിട്ട് വേണം കുഞ്ഞിൻ്റെ അതാണ് കുഞ്ഞിൻ്റെ അങ്കൻവാടി. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം കുഞ്ഞിൻ്റെ അംഗൻവാടി ഇന്ന് ഹരിത അംഗൻവാടിയായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അപ്പോൾ കൗൺസിലർമാരും പിന്നെ ബാക്കി മെമ്പേഴ്സും ഒക്കെ വരുന്നുണ്ട്, കമ്മിറ്റിക്കാരും ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ടീച്ചർ. രാവിലെ പോയാൽ കുഞ്ഞിനെ ആദ്യം കയറുന്നത് ഇപ്പോൾ കണ്ട വണ്ടിയിലാണ് കേട്ടോ. അതിൽ കയറിയിട്ട് നിരങ്ങണം. അതാണ് കുഞ്ഞിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വന്നു, മുട്ടായി ഒക്കെ കിട്ടി കുഞ്ഞിന്. പിന്നെ ഹരിത അംഗൻവാടിയായിട്ട് പ്രഖ്യാപിച്ചു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളവർ മാത്രമല്ല, കുറച്ച് പേര് പറകിൽ നിൽക്കുന്നുണ്ട്. ക്യാമറയിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഉച്ചക്കത്തെ പരിപാടികളാണ് കേട്ടോ. ഇന്ന് ചിക്കൻ ആയിരുന്നു. അപ്പോൾ തൈരില്ലാണ്ട് ചിക്കൻ അങ്ങോട്ട് കൂട്ടാൻ അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് വറുത്തരച്ച് വെച്ച് നല്ല കോഴിക്കറിയൊക്കെ ഇട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ വറുത്തരച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. പിന്നെ കുക്കറിൽ വെച്ചതാണ്, പെട്ടെന്ന് വെച്ചതാണ്. നമ്മൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഉണ്ടാക്കിയിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഒരു ചക്കപ്പൂതൽ, നമ്മളിവിടെ പൂതൽ എന്ന് പറയുന്നത്, നിങ്ങളിവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ ചക്കപ്പൂതൽ വറവ്, ഇത് അമ്മ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ ചക്കപ്പൂതലും പിന്നെ ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും കൂടെ എടുത്തു. ഇത് ഞങ്ങളെ പുതിയ ജഗമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ ഉദ്ഘാടനം കഴിച്ചത് ഞാനും അമ്മയും കൂടെയാണ്. ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഏട്ടനില്ല, പിന്നെ അച്ഛനും ഇല്ല. അച്ഛൻ പിന്നെ പുറത്തല്ല, പണിക്ക് പോയതുകൊണ്ട് അച്ഛനില്ല. പിന്നെ ഏട്ടനും ഇന്ന് കണ്ണൂർ പോയി, ലീവായിരുന്നു. പക്ഷേ കണ്ണൂർ പോയിട്ട് ഏട്ടനും ഇല്ല, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പം ഏട്ടനും ഇല്ല, ഞാനും അമ്മയും മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തട്ടിക്കൂട്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ പാവം 2-3 ദിവസമായി മീൻ കിട്ടാതെ, അപ്പോൾ രാവിലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് ഭക്ഷണം. ചിക്കൻ കറി തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിൽ കിട്ടി, അല്ലെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളാണല്ലോ സക്സസ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ടി വി ഇല്ലാണ്ട് ഭക്ഷണം ഇറങ്ങില്ല, ആ ഒരവസ്ഥയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ടി വിക്ക് എന്തോ ആ വാർത്താ ചാനലിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ചോറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിനെ കൂട്ടേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ആൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പൂച്ചയല്ല, അപ്പുറത്തുനിന്നൊക്കെ ഓടി കളിക്കുന്ന പൂച്ചയാണ്. അപ്പോൾ ഇന്ന് അമ്മ അതിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് പാവം തോന്നി, കുറച്ച് ചിക്കൻ്റെ കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ ഫ്രണ്ട്സായിന്ന് തോന്നുന്നു, അമ്മയും പൂച്ചയും കൂടെ. അപ്പോൾ അത് വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഒരാളെ കൂട്ടാൻ പോയ സമയത്ത് ഇന്ന് ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ജനഗണമന ചൊല്ലുന്നത്ര ആടിയിട്ടൊക്കെയാണ് പാടുന്നത്. ടീച്ചർ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവനങ്ങനെയാണ്, കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് വീട്ടിലും കൂടെ പോകാനുണ്ട്. എൻ്റെ സ്വന്തം മാളികപ്പുറത്തിന് ഒന്ന് കാണാൻ പോകാനുണ്ട്. ചേച്ചീൻ്റെ മോള് മാല ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവളെയും കൂടെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിനും ഏട്ടനും കൂടിയാണ് പോകുന്നത്. ഏട്ടൻ അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനും കൂടെ വരുന്നു എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞോട്ടാ. ഇത് ഏട്ടൻ എത്തിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് വിഷു എത്തിയിട്ടാണ്. നമ്മുടെ വിഷു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഏപ്രിൽ ഫസ്റ്റൊക്കെ നമ്മൾ പൊട്ടിക്കാൻ തുടങ്ങും. പക്ഷേ കുഞ്ഞൻ അതിൻ്റെ സന്തോഷപ്രകാരം മാമൻ ഇന്ന് മുഴുവൻ വെടിപൊട്ടിക്കലൊക്കെ ആയിരുന്നു. കമ്പിത്തിരി പൂക്കുത്തിരി ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മോനെ കിട്ടിയ പിന്നെ മാമൻ്റെ കാര്യം പിന്നെ പറയാനില്ല. മാമൻ നിലത്തൊന്നും വെക്കില്ല, എടുത്ത് നടക്കലും കളിപ്പിക്കലും അടികൂടലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളെ പൂക്കുത്തിരിയും കമ്പിത്തിരിയും ഒക്കെ ജറപറ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. മാമൻ എപ്പോഴും വിഷുവിന് വേറെ എന്തില്ലെങ്കിലും മാമന് വെടിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇത് വെടിയില്ലാതെ മാമനൊരു കച്ചവടവും ഇല്ല. അപ്പോൾ ഇപ്പം വിഷുവിന് ഇനിയും ഉണ്ട് അത്ര, കുറച്ച് 1 മാസം തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം. 1 മാസത്തോളം ഉണ്ട്. എന്നിട്ടും മാമനിത് മേടിച്ച് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിച്ചു. ഇപ്പോൾ കുറേ നാളായിട്ട് ഓൺലൈനിലാണ് മേടിക്കുകയും ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയാൽ നമ്മൾ വേറെ വൈബിലാണല്ലോ. അപ്പോൾ പിന്നെ മാമൻ മാത്രമല്ല, മാമിയും കൂടെ കുഞ്ഞിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ നമ്മൾ പൊട്ടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണല്ലോ ഒരു സന്തോഷം. നമ്മുടെ കൊന്നീതേ നിങ്ങളെ ലേറ്റിന് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുറേ പൂത്തൂട്ടായി. ഇനിയിപ്പോൾ വിഷു ആകുമ്പോഴത്തേക്ക് നിറയെ ആവും, ഇത്രയൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.